നമസ്കാരം. സനാതനധർമ്മ സംഹിതയിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാ പുണ്യാത്മാക്കൾക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഭാഗവതം നമ്മൾ പറഞ്ഞു വെച്ചത് പുരാണ ഇതിഹാസങ്ങൾ ഭാഗവതം ഒഴികെ ബാക്കിയെല്ലാം രചിച്ച്, മഹാഭാരതം അടക്കം രചിച്ച് സമാധാനമില്ലാതെ, അതായത് ആ പ്രവൃത്തി മുഴുവനായില്ല എന്ന ദുഃഖത്തോടുകൂടി ഇരിക്കുന്ന വ്യാസൻ്റെ അടുത്തേക്ക് ശ്രീ നാരദ മഹർഷി വന്നു എന്ന സ്ഥലത്താണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. നാരദം സുരപൂജിതം, ദേവന്മാർ പോലും പൂജിക്കുന്ന ആളാണ് നാരദൻ. ദേവർഷി, ബ്രഹ്മർഷി, രാജർഷി, ഇങ്ങനെ 3 തരത്തിലാണ് ഋഷിമാർ. ഇതിൽ ദേവർഷിയാണ് നാരദൻ. ആ ദേവർഷിയായിരിക്കുന്ന നാരദനെ പൂജിച്ചിരുത്തി ആ വ്യാസനോട് ചോദിക്കുകയാണ് നാരദൻ, പാരാശര്യ മഹാഭാഗ ഭവത കച്ചിതാത്മന പരിതുഷ്യതി ശാരീര ആത്മാമാനസേവ. അല്ലയോ വ്യാസമഹർഷി, അങ്ങ് പരാശരപുത്രനാണ്, പാരാശര്യ മഹാഭാഗ. ഈ വേദങ്ങളൊക്കെ പകുത്ത് 17 പുരാണങ്ങൾ, മഹാഭാരതം ഇതൊക്കെ ഉണ്ടാക്കൽ എളുപ്പമായിട്ടുള്ള പ്രവൃത്തിയല്ല. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താണ് അങ്ങേക്ക് ഇല്ലാത്തതുപോലെ തോന്നുന്നു എന്ന് തോന്നുകയാണ്. പരിതുഷ്യതി ശാരീര ആത്മാമാനസ ഏവച. ശരീരത്തിനോ ആത്മാവിനൊന്നും സമാധാനമില്ലാത്ത രീതിയിൽ, ശരീരത്തിലുള്ള 2 സംഗതിയാണല്ലോ മനസ്സും ആത്മാവും. അപ്പം മനസ്സിനോ ആത്മാവിനോ പൂർണ്ണ സംതൃപ്തി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണോ അങ്ങ് കഴിഞ്ഞുകൂടുന്നത്? എന്താണ് അങ്ങക്ക് ഒരു ദുഃഖം എന്ന് ചോദിക്കുകയാണ്. വ്യാസൻ പറഞ്ഞു, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അത്യേവമേ സർവമിദം ത്വയോക്തം തഥാപി നാത്മാ പരിതുഷ്യതോ മേ. ആത്മാവ് സന്തോഷിക്കുന്നില്ല. ന ആത്മാ പരിതുഷ്യതോ, എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ മനസ്സിന് സുഖം കൈവന്നിട്ടില്ല. തന്മൂലം അവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ആത്മഭവ ആത്മഭൂതം. ആത്മസ്വരൂപത്തോടു കൂടി എല്ലാം അറിയുന്നതായ അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്, ആത്മസുഖത്തിന് എന്താണ് മാർഗം എന്ന് ദയവായി എന്നോട് പറഞ്ഞു തരാമോ എന്നാണ് ചോദ്യം. എന്താണ് ഞാൻ അങ്ങയോട് ചോദിക്കാൻ കാരണം? സവൈ ഭവാൻ വേദസമസ്തഗുഖ്യമുപാസിതോയത് പുരുഷപുരാണ. പരമാത്മാവും പുരുഷനും പുരാണനുമായിരിക്കുന്ന ഭഗവാനെ സദാ ഉപാസിച്ച് അതിൻ്റെ സർവ്വരഹസ്യങ്ങളും മനസ്സിലാക്കിയ ആളാണല്ലോ ഹേ ശ്രീ നാരദ അങ്ങ്. പരാപരേശോ മനസേവ വിശ്വം സജത്തവത്തത്തി ഗുണൈരസംഗ. സത്വാദി ഗുണങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഈശ്വരൻ ഈ ലോകത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ആ ഭഗവാന്റെ രഹസ്യങ്ങളെ നന്നായി അറിയുന്നതായിട്ടുള്ള അങ്ങ് ത്വം പര്യടൻ അർക്കൈവ. എങ്ങനെയാണ് സൂര്യൻ എല്ലായിടത്തും പ്രകാശം നൽകുന്നത്? ഒരു ഭാഗത്തൊരു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശം എത്ര സ്ഥലത്തേക്കാണ് വ്യാപിക്കുന്നത്. അതുപോലെ ഈ ലോകത്തിൽ മുഴുവനും ആത്മജ്ഞാനം വേണ്ടവർക്കത് നൽകി സംശയനിവൃത്തി വരുത്തിക്കൊണ്ട് സഞ്ചരിക്കുന്ന അങ്ങ് വ്രതനിഷ്ഠനായിരിക്കുന്ന എന്നിൽ ധർമ്മതോ വ്രതൈഹി, എന്നിൽ പ്രസാദിച്ചിട്ട് എന്താണ് എനിക്ക് പറ്റിയ ന്യൂനത എന്നൊന്ന് പറഞ്ഞു തരണം. ഇതാണ് വ്യാസൻ്റെ ചോദ്യം. വ്യാസ നാരദ സംവാദമാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി 2 അധ്യായത്തിൽ വ്യാസനാരദ സംവാദം. അപ്പോൾ നാരദൻ പറഞ്ഞു, അങ്ങേക്ക് പറ്റിയ തെറ്റ് വേറൊന്നുമല്ല. ഭവത അനുദിതപ്രായം യശോ ഭഗവതോമലം. ഭഗവാന്റെ നിഷ്കളങ്കമായിരിക്കുന്ന യശസ് അങ്ങയാൽ കീർത്തിക്കപ്പെട്ടില്ല. ധർമ്മവിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു. അതുകൊണ്ടൊന്നും ഭഗവത് കഥയുടെ മാഹാത്മ്യം അതിന് കിട്ടില്ല. അതുകൊണ്ട് ഭഗവത് കഥയെക്കുറിച്ചിട്ട്, ഭഗവാന്റെ ലീലകളെക്കുറിച്ച്
ആണ് കീർത്തിക്കേണ്ടിയിരുന്നത്. യഥാ ധർമാദയച്ചാർത്ത മുനിവര്യാനുകീർത്തിത ന തഥാ വാസുദേവസ്യ മഹിമാക്യനുവർണിത. ധർമ്മ വിഷയങ്ങളെക്കുറിച്ച് അങ്ങ് കീർത്തിക്കാൻ എടുത്തതായിട്ടുള്ള ബുദ്ധിമുട്ട് അതിനങ്ങ് പരിശ്രമിച്ച പോലെ ഏതിന് പരിശ്രമിച്ചില്ല? വാസുദേവസ്യ മഹിമ, വാസുദേവൻ്റെ മഹിമ വർണ്ണനം ചെയ്യാനായിക്കൊണ്ട് ഉപയോഗിച്ചില്ല. അവിടെ അങ്ങേക്ക് പിഴവ് പറ്റിയിട്ട് പറയാണ്. പിന്നെ പറയാണ്, എത്ര തന്നെ എല്ലാ ശ്ലോകങ്ങളും എടുക്കുന്നില്ല വിസ്താര ഭയത്താൽ, ചിലതിൻ്റെ ആശയമേ പറയുന്നുള്ളൂ, ക്ഷമിക്കുക. ന യത്പദ ചിത്രപദം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ എത്ര നല്ല വാക്ക് ആണെങ്കിലും സാഹിത്യസുന്ദരങ്ങളാണെങ്കിലും ഭഗവാനെക്കുറിച്ചല്ല വർണ്ണിക്കുന്നതെങ്കിൽ സജ്ജനങ്ങളത് കേൾക്കില്ല. അത് കേട്ട് നിൽക്കാൻ അവർക്ക് താല്പര്യമില്ലാവില്ല. ഇനിയോ അത്ര തന്നെ അതുകൊണ്ട് തീർത്ഥം ഉശന്തി മാനസ, വായസം തീർത്ഥം. എന്താണ് ഈ വായസ തീർത്ഥം? കാക്ക കുളിക്കണ കുളം. കാക്ക കുളിക്കണ കുളത്തിന് വല്ല ശുദ്ധിയുണ്ടോ? അയ്യേ, കാക്ക തൊട്ടത് കളയാൻ എടുക്കരുത് നമ്മൾ പറയാം. അപ്പം അത്രമാത്രം അത് മാഹാത്മ്യമില്ലാത്തതായി തീരും സംഹിതകൾ. എങ്ങനെയായാൽ ഭഗവാന്റെ കഥകൾ വർണ്ണിച്ചിട്ടില്ലെങ്കിൽ, ഭഗവാന്റെ കഥ വർണ്ണിക്കാത്തിടത്തോളം കാലം വ്യാകരണം കൊണ്ട് അത് പെർഫെക്റ്റോ പൂർണ്ണമോ ആണെങ്കിലും എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും സജ്ജനങ്ങളത് കേൾക്കില്ല എന്ന് പറയാണ്. സജ്ജനങ്ങൾക്ക് എന്തേ വേണ്ടു? ഭഗവാന്റെ കഥകളേണ വേണ്ടു. അതാണ് അങ്ങേക്ക് പറ്റിയതായിരിക്കുന്ന തെറ്റ്. തദ്വാഗ്വിസർഗോ ജനധാക വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യപി. ഇവിടെ പറയണേ അബദ്ധം. ശ്ലോകങ്ങൾക്ക് ഭംഗി കുറയുക, വ്യാകരണ പെശക് വരെ, അതൊക്കെ ആയിക്കോട്ടെ എന്നാണ്. എന്നാലും ഭഗവാനെക്കുറിച്ച് നാമാന്യ അനന്തശേഷോങ്കിതാനി, അനന്തനായിരിക്കുന്ന ഭഗവാന്റെ യശസ് കീർത്തിക്കപ്പെടുന്നതായ ആ സംഹിതകൾ, ശ്ലോകങ്ങൾ, അത്തരം സാഹിത്യങ്ങൾ ശുണ്ണന്തി ഗായന്തി ഗൃണന്തി സാധവാ, സജ്ജനങ്ങൾ കേൾക്കുന്നു, അവർ പാടുന്നു, വർണ്ണിക്കുന്നു. അവർക്കതേ വേണ്ടു. ലോകത്തിലുള്ളവർക്ക് എന്തേ വേണ്ടു? ലോകകാര്യങ്ങൾ കേൾക്കാനേ താല്പര്യമുള്ളൂ അല്ലേ? ഒരു സീരിയൽ കഴിഞ്ഞാൽ അടുത്ത സീരിയൽ, ആ സീരിയൽ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സീരിയൽ, ഇതിനെ അവർക്ക് താല്പര്യമുള്ളൂ. പണ്ടൊരു കഥ പറയും, ഈ മാനസ സരസിൽ നിന്ന് ഹംസപക്ഷികൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതായിട്ടുള്ള സമയത്ത് ഈ കാക്കകളെ കണ്ടു എന്നാണ്. അപ്പോൾ കാക്കകൾ ചോദിച്ചു, എന്തൊക്കെയാണ് മാനസരസിലത്തെ പ്രത്യേകത? അപ്പം ഹംസം പറഞ്ഞു, അവിടുത്തെ കാര്യമൊന്നും പറയണ്ട, സദാ ഓങ്കാരം മുഴങ്ങിക്കൊണ്ടിരിക്കുക. സിദ്ധന്മാരെ, സജ്ജനങ്ങൾ, ഇവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് ഓങ്കാരം മുഴങ്ങിയിട്ട് പരമാനന്ദമായിരിക്കുന്ന, ബ്രഹ്മാനന്ദമായിരിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ മാനസരസിൽ. അപ്പം ഹംസങ്ങൾ, അപ്പം കാക്ക ചോദിച്ചു, അയ്യേ അവിടെ ഈ ഞെണ്ടും കൃമികളൊന്നും ഇല്ലേ മാനസരത്തിൽ? അയ്യേ അതൊന്നും അവിടെ ഇല്ല. പിന്നെന്ത് മാനസരസാ ചോദിച്ചു കാക്കകൾ. കാക്കയ്ക്ക് എന്തേ വേണ്ടു? മത്സ്യത്തിനെ പിടിച്ചൊന്ന് കുടയണം, അല്ലെങ്കിൽ എന്തിനെങ്കിലും കൊത്തി തിന്നണം. അതിനുണ്ടോ ഈ ഓങ്കാരത്തിൻ്റെയോ തെളിഞ്ഞ ശുദ്ധജലത്തിൻ്റെയോ പ്രാധാന്യം അറിയണു? ഇതുപോലെയാണ് സജ്ജനങ്ങൾക്ക് എപ്പോഴും ഹംസതുല്യമായിരിക്കുന്ന ആ കഥകൾ കേൾക്കണം, നല്ല രീതിയിലുള്ള ഈശ്വര കഥകൾ കേൾക്കണം. സാധാരണ ഈ മായയിൽ മുങ്ങിയവരൊക്കെ സീരിയൽ കാണും വേണം അല്ലേ? അവർക്ക് അത്തരം കഥകളിലേ താല്പര്യമുള്ളൂ. ഇതാണ് രണ്ടും കൂടിയുള്ള വ്യത്യാസം. അതുകൊണ്ട് ഭഗവത് കഥകളെ നന്നായി വർണ്ണിക്കാത്തതാണ് അങ്ങേക്ക് പറ്റിയ തെറ്റെന്ന് വ്യാസന് നാരദൻ ചൂണ്ടിക്കൂടും കാണിക്കുകയാണ്. പച്യുതഭാവർജിതന്ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം. നിഷ്കാമകർമ്മങ്ങളോ ആവട്ടെ, ഒരുപാട് ജ്ഞാനം ആവട്ടെ, രണ്ടും ഈശ്വര കഥകളുടെ മാഹാത്മ്യമില്ല. ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടി 2-3 മാർഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എന്തൊക്കെയത്? ജ്ഞാനമാർഗം, കർമ്മമാർഗം. ഈ ജ്ഞാനമാർഗവും അത്ര എന്നെയൊന്നും ശോഭയില്ല, കർമ്മമാർഗവും വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. രണ്ടിന്നരോ ശോഭതേ, അത്ര ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവയല്ല. ഭക്തിയാവട്ടെ വളരെയധികം നന്നാവും. ഈ ഈശ്വര കർമ്മങ്ങൾ പോലും നിഷ്കാമഭാവത്തിലല്ല പ്രതിപാദിച്ചതെങ്കിൽ അതാരും ഇഷ്ടപ്പെടില്ല. ഈശ്വരകാര്യമായിരിക്കാം, പക്ഷെ അതിനകത്തൊക്കെ സ്വാർത്ഥം ഉണ്ടാവുക, കാര്യസാധ്യം വേണമെന്നുണ്ടാവുക, ലൗകിക ഭാവം ഉണ്ടാവുക, ലേശ അഹങ്കാരം ഉണ്ടാവുക, ഞാനെന്ന ഭാവം ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ നമ്മൾ ലൗകിക കർമ്മങ്ങൾ ചെയ്താൽ, ഈശ്വര കർമ്മങ്ങൾ ചെയ്താൽ പോലും
അതിനകത്ത് സുഖം കിട്ടില്ല. കാരണം ഈ അമ്പലങ്ങളാണെങ്കിലും വേറൊന്നാണെങ്കിലും നമ്മൾ വിഷയങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ തർക്കം, വാശി ഒക്കെ ഉണ്ടാവണതല്ലേ. ഈശ്വരകാര്യമാണ്. അപ്പോൾ എന്താ കാരണം? ഞാൻ എന്ന സംഗതി ഭാവം അവിടെ വരുമ്പോൾ. അപ്പോൾ ഈശ്വര കാര്യങ്ങൾ പോലും ഭക്തിയോടുകൂടി അല്ല ചെയ്തതെങ്കിൽ സുഖം കിട്ടില്ല. അപ്പോൾ ഈശ്വരൻ കാര്യങ്ങളല്ലാത്തത് ചെയ്താലോ? ഈശ്വരകാര്യങ്ങളടക്കം അഹങ്കാരത്തോടു കൂടി ചെയ്താൽ ഗുണമല്ല കിട്ടുക എങ്കിൽ, സുഖമല്ല കിട്ടുക എങ്കിൽ, ഈശ്വരകാര്യങ്ങളല്ലാത്തത് നമ്മൾ ചെയ്താലോ അഹങ്കാരത്തോടു കൂടി, അതിൽ നിന്ന് വളരെയധികം ദുഃഖമല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അഥോ മഹാഭാഗ ഭവാൻ അമോഘ ദൃക്ശുചിശ്രവ സത്യരഥോ ധൃതവ്രത. മഹാഭാഗ്യവാനായിട്ടുള്ളവനെ, അമോഘമായിരിക്കുന്ന ദൃഷ്ടി ഉള്ളത്, സാധാരണക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഉയർന്ന കാഴ്ചപ്പാട് ഉള്ളതായിരിക്കുന്ന വ്യാസഭഗവാനോട് പറയണം നാരദൻ, അങ്ങ് എന്ത് ചെയ്യുക? ഈ കേൾക്കുന്നവരുടെ എല്ലാ ബന്ധങ്ങളും മായെന്ന് കയറത്തക്ക വിധത്തിൽ ഭഗവാന്റെ കഥകളെ സമാധിന അനുസ്മര, സമാധിഭാവത്തിൽ കാണൂ, പിന്നീട് അതിനെ ഒരു ഗ്രന്ഥമാക്കിയിട്ട് മാറ്റൂ എന്ന് പറയാമെന്ന്. അപ്പം ഈ ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുക. അല്ലാത്ത കഥകളൊക്കെ കേൾക്കുമ്പോൾ എന്താ ഉണ്ടാവുക? വാതാഹതനൗരിവാസ്പദം എന്ന് പറയാണ് നാരദൻ. പലതും നമ്മൾ കേട്ടു, പലതും നമ്മൾ ചിന്തിച്ചു, പലതും നമ്മൾ ചർച്ച ചെയ്തു എന്ന് വെച്ചാലും അതൊക്കെ കേട്ടാൽ ശരിയായിട്ടുള്ള ശാന്തി നമുക്ക് ലഭിക്കില്ല. ഇതല്ല നല്ലത്, ഇതല്ല നല്ലത്, ഇപ്രകാരം മാറി 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 നമ്മളിങ്ങനെ പോവും എന്നല്ലാണ്ട് ഒരു വിശ്രാന്തിയിൽ ഇതുതന്നെയാണ് എനിക്കിപ്പോൾ വേണ്ടത്, ഇപ്പം കിട്ടി എന്ന തോന്നൽ ഒരിക്കലും ഉണ്ടാവില്ല. കുറച്ചത് ചെയ്ത് നോക്കും, കുറച്ച് ഇത് ചെയ്ത് നോക്കും, കുറച്ച് അത് കേട്ട് നോക്കും, കുറച്ച് അത് വായിച്ചു നോക്കും. ഇങ്ങനെ മാറി 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 ഓരോന്ന് അനുഷ്ഠിച്ചിട്ട്, സാധനങ്ങൾ അനുഷ്ഠിച്ചിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല, ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന വിധത്തിൽ ഒരലയൽ മാത്രമാണ് എങ്ങനെയാണ് ഉണ്ടാവുക? ഭഗവാന്റെ കഥകളല്ല കേട്ടതെങ്കിൽ ഉണ്ടാവുക. ഇവരാണ് ജുഗുപ്സിതം ധർമ്മകൃതേനു സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ. ഈ മഹാഭാരതത്തിൽ കൂടിയിട്ടും മറ്റും അങ്ങൊരു വലിയ തെറ്റ് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ നാരദൻ. എന്താ തെറ്റ്? വേറൊന്നുമല്ല, സാധാരണ മനുഷ്യർക്ക് ഈ ധർമ്മ കാര്യങ്ങളിലൊക്കെ പൊതുവേ ശ്രദ്ധയുണ്ടാവും, പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? ഒരു കുട്ടി, ഒരു സിംഹക്കുട്ടി ആയിക്കോട്ടെ, സിംഹമാവട്ടെ, മറ്റ് മൃഗമാവട്ടെ, പൂച്ചയാവട്ടെ, ആനയാവട്ടെ, ശ്വാവാവട്ടെ, അതിൻ്റെ കുട്ടിയെ നോക്കണം എന്ന് പറയണോ? പറയേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ കുട്ടിയെ അത് നോക്കിക്കോളും ഇല്ലേ? അത് പ്രകൃതിയാ അതിനുണ്ട്. കുട്ടിക്ക് അമ്മോട് സ്നേഹം ഉണ്ടാവണം, പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? ഏത് കുട്ടിക്ക് അമ്മയോട് സ്നേഹമില്ലാത്ത? കുട്ടികളൊക്കെ ഇത്രയും സ്നേഹം ഉണ്ടാവില്ലേ അമ്മോട്? അതിപ്പോൾ മൃഗമായിക്കോട്ടെ, മറ്റ് ജീവികളായിക്കോട്ടെ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിരിക്കുന്ന ഈ ഒരു സംഗതിയാണ് നമ്മൾ ഈ സ്വധർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പറയാതെ തന്നെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വഭാവരക്തസ്യ, സാധാരണ രീതിയിലുള്ളതായ കാര്യങ്ങൾ തന്നെയാണ് ഈ സ്വധർമ്മം എന്ന് പറയുന്നത്. ഇപ്പം അത്ര അത്ഭുതമൊന്നുമില്ല. അപ്പോൾ സ്വതവേ ഉള്ള ആ കാര്യത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ പറഞ്ഞു. അതല്ല പറയേണ്ടിയിരുന്നത് എന്നർത്ഥം. അത് തന്നെ പറഞ്ഞതുകൊണ്ട് വിശേഷേണ ഒന്നും ഉണ്ടായില്ല, വിശേഷേണ നേട്ടമൊന്നും ഉണ്ടായില്ല. ഈ ധർമാനുഷ്ഠാനമായാലും വേറൊന്നായാലും നമ്മൾ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ ഏതുപോലെ അറിയോ? ശരിക്കൊരു കെണിയിൽ പെട്ട പോലെയാണ് എന്നാണ്. ഒരു കെണിയിൽ പെട്ട പോലെയാണ്. വിവാഹം കഴിച്ചവരോടൊക്കെ ചോദിച്ചു നോക്കും, സുഖമല്ലേ? അതെ. സത്യത്തിൽ ഇവർക്ക് സുഖമില്ല എന്നുള്ള സത്യം പുറത്ത് വരാൻ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. അതെന്ത് ചോദ്യമാണ്? 2 കല്യാണം കൂടി കഴിക്കണോ? ഒന്നുകൊണ്ട് സുഖം ഉണ്ടച്ചാൽ 2 കഴിച്ചാൽ അത്ര സുഖം ഉണ്ടാവണ്ടേ? അയ്യോ, ഒന്നുകൊണ്ട് തന്നെ മതിയായിരിക്കണോ എന്ന് അപ്പം പറയും. അപ്പം മാത്രമേ പറയൂ. വേറെ എന്ത് ചോദിച്ചാലും ഈ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് സുഖം കിട്ടിയില്ല എന്ന് സമ്മതിക്കില്ല. സുഖമായിട്ട് കഴിയണു, സുഖമായിട്ട് പോണു, സുഖം സുഖം എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. ഈ ഒറ്റ ചോദ്യം ചോദിച്ചാൽ അവരുടെ ഉള്ളിലത്തെ പുറത്ത് വരും. 2 കല്യാണം കൂടി ആയാലോ? അയ്യോ, ഒന്നുകൊണ്ട് തന്നെ മതിയായിട്ടോ. അപ്പം എന്താ അർത്ഥം? സത്യം, ഒന്നുകൊണ്ട് സുഖം കിട്ടിയിട്ടില്ല. അപ്പോൾ സുഖം കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്തതായ ഈ കാര്യങ്ങളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ നമന്യതേ തസ്യ നിവാരണം ജന, അതിൽ നിന്ന് പുറത്ത് കടക്കാൻ മാർഗം കാണാതെ വലിയൊരു കാട്ടിലകപ്പെട്ടേ ഞാനും വഴിയും കാണാതെ ഉഴലുന്നു. സത്യത്തിലെല്ലാ ഗൃഹസ്ഥന്മാരുടെ അവസ്ഥ ഇതൊക്കെ. ഞാൻ അടക്കട്ടോ,
എല്ലാവരുടെ അവസ്ഥ ഈ കാട്ടിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് ചാടുക എന്നാണ്. അവർ ഈ പണ്ടൊക്കെ ഈ ഓടിട്ട പെരയുടെ മുകളിൽ ചില്ലോടുണ്ടാവും, ചില്ലോടെന്ന് പറയുക. ആ ചില്ലി വെളിച്ചം കാണാൻ വയ്ക്കുമ്പോൾ അതിൽ ഈ വണ്ട് പെട്ടിട്ട് ഇങ്ങനെ പറക്കുന്നില്ല, അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുന്ന അതിൻ്റെ വിചാരം. കാരണം ഇത് ചില്ലാണെന്നോ വെളിച്ചം കാണുമ്പോൾ അവിടെ സുതാര്യമാണെന്നാണ് അതിൻ്റെ, ചില്ലുണ്ടെന്ന് അതിനറിയില്ലല്ലോ. ചിറക് കുഴഞ്ഞ് അവസാനം കീഴ്പ്പെട്ട് ചാടില്ലേ. ഇതുപോലെ എത്രയും നമ്മുടെയൊക്കെ അവസ്ഥ. കയ്യും കാലിട്ട് കുടഞ്ഞിട്ടും ചിറകിട്ട് അടിച്ചിട്ടും പുറത്തേക്ക് കിടക്കാൻ ശ്രമിച്ച് അവസാനം വരെ ഈ ശ്രമമല്ലാണ്ട് വിജയം ഉണ്ടാവണില്ല. ന നിവാരണം തസ്യ നിവാരണം ന മന്യതേ തസ്യ നിവാരണം ജന. പുറത്ത് കിടക്കാനുള്ള വഴി അറിയാതെ കഷ്ടപ്പെടുകയാണ് ജനം. അതുകൊണ്ട് ഈ ധർമ്മത്തെ വിവരിച്ചത് കൊണ്ട് ആയില്ല, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയില്ല അങ്ങ് എന്ന് പറയുകയാണ്. ഇനി പറയാം, ഗുണങ്ങളിൽ നിന്നും മായയിൽ നിന്നും കുടുംബത്തിൽ നിന്നും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിർഗുണമായിട്ടുള്ള ഭഗവാനെ അല്ലേ വർണ്ണിക്കേണ്ടത്? അത് സഗുണമായിട്ട് ഭഗവാൻ ജനിച്ചു, ഭഗവാൻ കർമ്മം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ആവില്ലേ? അപ്പം നിർഗുണമായിട്ടുള്ള ഭഗവാനെ അല്ലേ വർണ്ണിക്കേണ്ടത് എന്നാണെങ്കിൽ അങ്ങനെയല്ല. അതെന്താ കാരണം? സാധാരണക്കാർക്ക് നിർഗുണോപാസന സാധിക്കുന്നതല്ല. അത് ആർക്കേ പറ്റൂ? വിചക്ഷണോസ്യ അർഹതിവേദിതും വിഭോ. വിഭുവിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് അറിയാനായിക്കൊണ്ട് വേദിതും ആർക്ക് സാധിക്കും? വിചക്ഷണ, വളരെ സമർത്ഥന്മാരായിട്ട് ബുദ്ധിപരമായിട്ട് ഉയർന്നവർക്കേ പറ്റൂ. അതുകൊണ്ട് കാര്യമുണ്ടോ? സാധാരണക്കാർക്കും ഭഗവാനെ അറിയണ്ടേ? തീർച്ചയായിട്ടും വേണം. അതിനുള്ള മാർഗം എന്താ? അനന്തപാരസ്യ നിവൃത്തിത സുഖം പ്രവർത്തമാനസ്യ ഗുണേരനാത്മനത്തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ഭഗവാന്റെ ജന്മകർമാദി ഗുണങ്ങളെ സാധാരണക്കാർക്ക് അറിയുന്ന വിധം വർണ്ണിക്കൂ. സഗുണോപാസനയിൽ കൂടെ തന്നെ കയറണം, പടിപടിയായിട്ട് കയറണം. അതുകൊണ്ട് ഭഗവാന്റെ കർമ്മങ്ങളെ അങ്ങനെ വർണ്ണിക്കുക, അതാണ് അങ്ങ് ചെയ്യേണ്ടത്. ഇനിയോ തെക്വാ സ്വധർമ്മം ചരണാംബുജം. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ സ്വധർമ്മത്തെ പോലും നമ്മൾ മറക്കും, പ്രപഞ്ചധർമ്മങ്ങളെ പോലും നമ്മൾ മറക്കും. ആഹാരം കഴിക്കേണ്ടപ്പോൾ ആഹാരം കഴിക്കണമെന്നോ ഉറങ്ങേണ്ടപ്പോൾ ഉറങ്ങണമെന്നോ തോന്നാതെ പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ കഥയും കേട്ട് അതിലിങ്ങനെ ലയിച്ചിരിക്കുമ്പോഴുള്ളൊരവസ്ഥയുണ്ടല്ലോ, ആ ഒരവസ്ഥ സ്വധർമ്മത്തെ അവൻ വിട്ടാലും അവന് ദോഷമില്ലാത്തതാക്കി തീർക്കുന്നു. അത്രമാത്രം ഭഗവാനിൽ ലയം ഉണ്ടാവുമ്പോൾ സ്വധർമ്മത്തെ വിട്ടാലും അവന് ഒരുവിധ ദോഷവും ഉണ്ടാവില്ല. ഇനി തിരിച്ച് ഒന്ന് നോക്കുക, സ്വധർമ്മത്തെ നന്നായി അനുഷ്ഠിച്ചു, ഈശ്വരകഥയിൽ താല്പര്യമില്ല വെച്ചാലോ? ഈശ്വരകഥയിൽ താല്പര്യമില്ലാതെ ഏത് ധർമ്മം അനുഷ്ഠിച്ചിട്ടും ആരും ഇവിടെ അനശ്വരരായിത്തീരുന്നില്ല. ടാറ്റയാവട്ടെ, ബിർളയാവട്ടെ, അംബാനിയാവട്ടെ, അഡാനിയാവട്ടെ, എത്രയോ കോടിക്കണക്കിന് ഇന്ത്യയെ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവരുടെ പേര് പോലും അറിയാത്തവർ ഇന്നിവിടെ എത്രയുണ്ട്. ടാറ്റയുടെ ഉടമസ്ഥൻ്റെ പേരെന്താ, ബിർളയുടെ ഉടമസ്ഥൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഇതുവരെ. അതുതന്നെയാണോ പേരെന്ന് പറയണു, എനിക്കറിയില്ല. ഒരു ബന്ധമോ അവരെ ആരും ഓർക്കുന്നില്ല. കാറാവട്ടെ, എസ്റ്റേറ്റ് ആവട്ടെ, ബംഗ്ലാവാവട്ടെ, എത്രയോ തലമുറയ്ക്ക് കഴിഞ്ഞുകൊണ്ടുള്ള സമ്പാദ്യമാവട്ടെ, സമ്പാദിച്ചത് കൊണ്ട് സ്വധർമ്മം അനുഷ്ഠിച്ചത് കൊണ്ട് ഒന്നും ഇവിടെ ആരും അനശ്വരരായി തീരുന്നില്ല. മറിച്ചോ മഹാത്മാഗാന്ധി, ആഞ്ഞം നമ്പൂരി ഇല്ലേ, അതുപോലെയുള്ള ആളുകൾ, വിവേകാനന്ദൻ, പരമഹംസർ, ഇവരൊക്കെ എത്ര സമ്പാദിച്ചു? ഇവരൊക്കെ എത്രയാണ് ബാങ്ക് ബാലൻസ് സമ്പാദിച്ചു വെച്ചിരിക്കണം? ഒന്നുമില്ല. ഉണ്ടോ? അവരെ നമ്മളിന്നും ഓർക്കുന്നില്ലേ? വിവേകാനന്ദ ജയന്തി, രാമകൃഷ്ണ പരമഹംസരുടെ ജയന്തി, ഗാന്ധി ജയന്തി. അപ്പോൾ സ്വധർമ്മം വിട്ട് ഈശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർ സ്വധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിലും അവരെ ലോകം ബഹുമാനിക്കുന്നു, അവർക്ക് സമാധാനം കിട്ടുന്നു. ഈശ്വരസ്മരണ ഇല്ലാതെ ഇതൊക്കെ ഉണ്ടായിട്ടും സ്വധർമാനുഷ്ഠാനം ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ പ്രധാനമായിട്ട് വേണ്ടത് ഈശ്വരോപാസനയാണ്. നമ്മുടെ മനസ്സിനെ പരമാത്മാവിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്തരത്തിലുള്ള കഥകൾ പറഞ്ഞ് അങ്ങ് രചിക്കേണ്ടത്. അതാണ് സ്മരൻ മുകുന്ദ അംഗ്രി ഉപഗൂഹനം. കാരണം പഴയ ജന്മത്തിൽ ഭഗവാന്റെ അംഗ്രി പാദങ്ങളെ ധാരാളമായിട്ട് അനുഭവിച്ച് ഉപഹൂനം ചെയ്യുക പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക. ഭഗവത് പാദപത്മങ്ങളെ ആലിംഗനം ചെയ്ത് ഒന്നായി നമ്മൾ അനുഭവിക്കുന്ന ആ സുഖമുണ്ടല്ലോ, പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഒക്കെ എന്നാണ്. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നമുക്കതിൽ താല്പര്യം ഉണ്ടാവുന്നത്. അപ്പം അതിൻ്റെ രസം അനുഭവിച്ചിട്ടുള്ള ഒരു ജീവൻ ഒരിക്കലും അനുഭവിച്ചു കഴിഞ്ഞാൽ വിടില്ല എന്ന്. ഒരിക്കലും ആ ആത്മസുഖം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണാന്ന് വിളിച്ചിട്ടുള്ള ആനന്ദാമൃതം അനുഭവിച്ചു കഴിഞ്ഞാൽ, അല്ലേ ഒരിക്കലും ഗുരുവായൂർ പോയി തൊഴുതാൽ പിന്നെ നമുക്ക് ഗുരുവായൂർ പോകാണ്ടിരിക്കാൻ പറ്റില്ല.
ഗുരുവായൂരത്തെ കഥകൾ കേൾക്കാൻ താല്പര്യമില്ലാതിരിക്കില്ല. അതിൻ്റെ ആ ആനന്ദം ഒരു അമൃതത്തിൽ മുങ്ങിയ പോലെ ഒരു നിമിഷം ഇങ്ങോട്ട് കിട്ടിയാൽ മതി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഈശ്വര അനുഗ്രഹം കൊണ്ടേ കിട്ടുള്ളൂ. പിന്നെ അത് വിടില്ല എന്ന് പറയണം. അപ്പം അത്തരത്തിലുള്ളതായ കഥ അങ്ങ് വർണ്ണിക്കണം. അതാണ് ഇതം ഹി വിശ്വം ഭഗവാൻ നിവേദരോ. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ നിറഞ്ഞിട്ടുണ്ട്. ആ ഭഗവാൻ ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധമില്ല, പക്ഷെ പ്രപഞ്ചം ഭഗവാനുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലായിട്ടോ? പ്രപഞ്ചത്തിന് ഭഗവാനുമായിട്ട് ബന്ധമുണ്ട്, പക്ഷേ ഭഗവാന് പ്രപഞ്ചവുമായിട്ട് ബന്ധമില്ല, യാതൊരു ബന്ധമില്ലാണ്ട് നിൽക്കണു. ആ തരത്തിലുള്ള ഭഗവാന്റെ മാഹാത്മ്യം മഹാഭാരതത്തിൽ കൂടിയിട്ട് അങ്ങ് പ്രാദേശമാത്രം ഏകദേശം വർണ്ണിച്ചു എന്നേ ഉള്ളൂ, മുഴുവൻ അങ്ങോട്ട് ആയില്ല എന്ന് പറയുന്നത്. പ്രാദേശമാത്രം ഭവത പ്രദർശിതം, കുറച്ച് ആയി എന്നല്ലാതെ അത് മുഴുവനും ആയില്ല എന്ന് പറയണം. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? ഭഗവാന്റെ ആ കഥകളെ മഹാനുഭാവ അഭ്യുദയോധിഗണ്യതാം, ഭക്തന്മാർക്ക് അതായത് മഹാനുഭാവ മഹത്തായ അനുഭവത്തോടു കൂടിയ, വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഭഗവാന്റെ ആ ലീലകൾ എല്ലാവർക്കും ആസ്വാദ്യമാകുന്ന വിധത്തിൽ രചിച്ചുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രന്ഥം രചിക്കൂ. ഇതം ഹി പുംസത്തപസ്തുതസ്യവ, ഇത് ഒരു മനുഷ്യൻ്റെ എത്രയോ ജന്മത്തെ തപസ്, അതുപോലെ തന്നെ ബുദ്ധിദാനം, ഏറ്റവും വലിയ ദാനാത്രേ ബുദ്ധിദാനം, 2 അക്ഷരം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇത്തരം സൽക്കർമ്മങ്ങളുടെയൊക്കെ അവസാന ബലമായിട്ട് വരും എന്ത്? ഈശ്വരൻ്റെ കഥകൾ നല്ലപോലെ കേട്ട് ആസ്വദിക്കുക. ബുദ്ധിദാനമാകട്ടെ, മറ്റു സൽക്കർമ്മങ്ങളാവട്ടെ, തപസ്സാവട്ടെ, ഇതിൻ്റെയൊക്കെ ബലം എന്തായിരിക്കും? ഈശ്വരലാഭം. ഇതിൻ്റെയൊക്കെ ബലം എന്ന് പറഞ്ഞാൽ ഈശ്വരലാഭമാണ്. ആ ഈശ്വരലാഭം എന്ന ബലം പലവിധ സൽക്കർമ്മങ്ങളെ കൊണ്ട് ലഭിക്കുന്നത് ഒരൊറ്റ കർമ്മം കൊണ്ട് കിട്ടും. ഏതാ കർമ്മം? ഈശ്വര കഥകൾ കേൾക്കുക. യതുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. അനവധി സൽക്കർമ്മങ്ങളുടെ ബലമായിരിക്കുന്ന ഈശ്വര സാക്ഷാത്കാരം വ്യാസൻ എന്തുകൊണ്ട് കിട്ടും? ഈശ്വര കഥകൾ കേൾക്കുക എന്ന ഒരൊറ്റ കർമ്മം കൊണ്ട്, ഒരൊറ്റ മൂലികയാണത്, കിട്ടും. അത്തരത്തിലുള്ള ഗ്രന്ഥം അങ്ങ് രചിക്കണം. അങ്ങനെ ഭഗവത് കഥകളുടെ പ്രാധാന്യവും മാഹാത്മ്യവും ആണ് ശ്രീ നാരദ മഹർഷി വേദവ്യാസന് പറഞ്ഞു കൊടുത്തത്. വ്യാസനാരദ സംവാദത്തിലത്തെ ഒരു ഭാഗമാണ് ഇവിടെ. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളത് നമുക്ക് മറ്റൊരു ഭാഗത്തിൽ, നാരദൻ്റെ പൂർവ്വജന്മ കഥയിലേക്ക് കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്തിൽ നമുക്ക് കാണാം. ലേശ ദൈർഘ്യം നീളുന്നുണ്ട്, ക്ഷമിക്കണം, ഭാഗവത വിഷയമാണ്. പണ്ടൊരാൾ പറയും ആനയെ കൊണ്ടേ തൊഴുത്തിൽ കെട്ടിയാൽ നിൽക്കുമെന്ന്. അതുപോലെ സമയത്തിൻ്റെ പരിമിതികളിലൊന്നും നിൽക്കുന്നതല്ല, വളരെ ചുരുക്കി സംഗ്രഹിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നമുക്ക് പറയാൻ സാധിക്കുന്നത്. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.